നമസ്കാരം. യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള കാറുകൾക്കും ട്രക്കുകൾക്കും അടുത്ത ആഴ്ച മുതൽ 25% തീരുവ വർദ്ധിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും താരിഫ് കാർഡുമായി ഇറങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കാവുന്ന നടപടി കൂടിയാണ് ഇത്. എന്തായാലും തങ്ങളുടെ പൂർണ്ണമായി അംഗീകരിച്ച വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയൻ പാലിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉയർന്ന താരിഫുകളിലേക്ക് മാറ്റം അവരുടെ ഫാക്ടറി ഉൽപാദനം US വളരെ വേഗത്തിൽ മാറ്റാൻ അവരെ നിർബന്ധിതരാക്കുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ ജൂലൈയിൽ ട്രംപും യൂറോപ്യൻ കമ്മീഷനും പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും വ്യാപാര കരാറിൽ ധാരണയിലെത്തിയിരുന്നു. മിക്ക സാധനങ്ങൾക്കും 15% താരിഫ് പരിധി നിശ്ചയിച്ചിരുന്നു എങ്കിലും ഈ വർഷം സുപ്രീം കോടതിയിൽ ട്രംപ് ആ നികുതി ചുമത്താൻ ഉപയോഗിച്ചിരുന്ന നിയമപരമായ അധികാരത്തിനെതിരെയാണ് വിധി പുറപ്പെടുവിച്ചത്. ഫെബ്രുവരി അവസാനം US-ഉം ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം നിർണായകമായ ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതിനെ തുടർന്ന് എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വില ഉയർന്നതിനാൽ ഇറാൻ യുദ്ധം മന്ദഗതിയിലുള്ള വളർച്ചയും ഉയർന്ന പണപ്പെരുപ്പവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ലോക സമ്പദ് വ്യവസ്ഥയെ തകർത്ത നിമിഷത്തിലാണ് പുതിയ താരിഫുകൾ എത്തിയത്. അതേസമയം പണപ്പെരുപ്പ നിരക്ക് ഉയർന്നതിനാൽ നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ട്രംപ് രാഷ്ട്രീയ സമ്മർദ്ദം നേരിടുന്നുണ്ട്. കൊറോണ വൈറസിനെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികളെ തുടർന്ന് കുതിച്ചുയർന്ന വിലകൾ വേഗത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്ന വാഗ്ദാനത്തോടെയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വർഷം വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയത്. എന്നാൽ ഉയർന്ന ഊർജ്ജ ചെലവിലെ വാർഷിക പണപ്പെരുപ്പത്തെ 3.3% ഉയർത്തി. ഇത് മുൻകാലത്തേക്കാൾ കൂടുതലായിരുന്നു. അസോസിയേറ്റഡ് പ്രസ് ആൻഡ് HR ഏജൻസി സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സ് നടത്തിയ ഏറ്റവും പുതിയ വോട്ടെടുപ്പ് അനുസരിച്ച് ട്രംപിന്റെ സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുന്ന രീതി US-ലെ മുതിർന്നവരെ വെറും 30% പേർ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. സ്കോട്ട്ലൻഡിലെ ട്രംപ് ഗോൾഫ് ക്ലബിലെ അതിന്റെ പേരിലുള്ള ടേൺബെറി കരാർ എന്നറിയപ്പെടുന്ന വ്യാപാര ചട്ടക്കൂട് സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത US-ഉം യൂറോപ്യൻ യൂണിയനും മുമ്പ് സ്ഥിരീകരിച്ചിരുന്നു. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനും യൂറോപ്യൻ യൂണിയനിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും അംഗങ്ങളിൽ നിന്നും സാധനങ്ങൾ തീരുവ ചുമത്തുവാനും പ്രസിഡന്റ് നിയമപരമായി അധികാരമില്ല എന്നാണ് സുപ്രീം കോടതി വിധിയെത്തിയത്. തുടർന്നാണ് 2025-ലെ കരാറിന്റെ നില ആദ്യം സംശയത്തിലായത്. ട്രംപ് ഭരണകൂടം പര്യവേക്ഷണം ചെയ്യുന്ന ബദൽ താരിഫുകൾ ആത്യന്തികമായി യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിനെ ലംഘിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം US-ഉമായുള്ള ബന്ധം കൂടുതൽ പോസിറ്റീവായി മാറിയെന്നാണ് യൂറോപ്യൻ വ്യാപാര സാമ്പത്തിക സുരക്ഷാ കമ്മീഷണർ മരോഷ് സെഫ്കോവിച്ച് വ്യക്തമാക്കിയത്. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞതനുസരിച്ച് ഈ ഉഭയകക്ഷി കരാർ യൂറോപ്യൻ വാഹന നിർമ്മാതാക്കൾക്ക് പ്രതിമാസം 500 മില്യൺ മുതൽ 600 മില്യൺ യൂറോ വരെ ലാഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഏജൻസിയായ യൂറോസ്റ്റാറ്റ്സിന്റെ കണക്കനുസരിച്ച് 2024-ൽ ചരക്കുകൾക്കും സേവനങ്ങൾക്കുമുള്ള യൂറോപ്യൻ യൂണിയൻ US വ്യാപാരത്തിലെ മൂല്യം 1.7 ട്രില്യൺ യൂറോ ആയിരുന്നു. എന്തായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് താരിഫ് കാർഡുമായി ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്.